നമ്മൾ അയ്യപ്പൻ കോവിൽ വരെ ഒരു യാത്ര വന്നതാണേ. ആ യാത്രയുടെ ഇതാണ് അയ്യപ്പൻ കോവിൽ. ഇവിടുത്തെ വിശേഷങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബലി ഇടാനായിട്ടൊക്കെ എല്ലാവരും വരുന്നതാണ്. പിന്നെ ഇത് അസ്ഥി ഒഴുക്കാനൊക്കെ ഇവിടെ വരുന്നൊരു സ്ഥലമാണ്. നമ്മളെല്ലാവരും കാണിച്ചു വേണ്ടി വരുന്നുണ്ട്. പക്ഷേ ഈ ശംഖിൻ്റെ രൂപത്തിൽ ഒരു കാണിച്ചു വേണ്ടിയാണ് കേട്ടോ. ഇതല്ലേ ശംഖിൻ്റെ രൂപത്തിലാണ് കേട്ടോ. അയ്യപ്പൻ കോവിൽ വരുന്ന വഴിക്ക് പോകുന്ന വഴിക്ക് കാണാനാണ് ശംഖിൻ്റെ രൂപത്തിൽ കാണിച്ചു വേണ്ടി പല മോഡലിൽ കണ്ടിട്ടുണ്ട്. ശിവരാത്രിക്കാണ് ഇവിടെ ഉത്സവം നടക്കുന്നത് കേട്ടോ. ആദിവാസികളൊക്കെ രാത്രി വൈകുന്നേരം തൊഴാനും ഒക്കെ അന്ന് ഇറങ്ങി വരുന്നൊരു സ്ഥലമാണ് ഇതിൻ്റെ ഈ ക്ഷേത്രം. അതാണ് ക്ഷേത്രം. മഴക്കാലങ്ങളിൽ നല്ല മഴക്കാലമാകുമ്പോൾ ആ ക്ഷേത്രത്തിൻ്റെ പാലത്തിൻ്റെ അവിടെ വരെ വെള്ളം കയറുന്നുണ്ട്. അതാണ് ഈ ക്ഷേത്രം ഇത്ര ഹൈറ്റിൽ പണിത് വെച്ചേക്കുന്നത് കേട്ടോ. പ്രവേശിക്കാൻ ഇതിൽ പെർമിഷനില്ല. കാരണം ഇതിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ വൈകിട്ട് 5 മണി കഴിഞ്ഞ് ക്ഷേത്രം തുറക്കും. എല്ലാ ദിവസവും നിത്യപൂജയുണ്ട്. രാവിലെ ക്ഷേത്രം തുറക്കുന്നതാണ്. അതിൻ്റെ സമയങ്ങളനുസരിച്ച് ക്ഷേത്രം തുറക്കുന്നതാണ്. നമ്മളിപ്പോൾ ക്ഷേത്രത്തിനുള്ളിട്ട് പ്രവേശിക്കാനായിട്ട് പറ്റത്തില്ല. നേരത്തെ ഇതൊരു തടിപ്പാലമായിരുന്നു. അതന്നേരം വെള്ളം കയറി പോകുന്നത് കൊണ്ട് ഇപ്പം കുറേ കൂടെ ഉയർത്തിയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ വെള്ളം കയറുന്നതാണ് നല്ല മഴക്കാലമാകുമ്പം. മഴക്കാലം കഴിഞ്ഞ് ഇറങ്ങുവാണെങ്കിൽ നല്ല ഒരു ഇതുണ്ട്, കാണാനുള്ള കാഴ്ചകളുണ്ട്. ഇപ്പം നമ്മൾ വേനൽക്കാലമായതുകൊണ്ടാണ് ഇവിടെ ഇത്ര കാഴ്ചയ്ക്ക് കുറവ്. പക്ഷെ എന്നാൽ ശിവരാത്രിക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലൊരു ഇതായിരിക്കും. കേരളത്തിലുള്ള നാനാഭാഗം ആൾക്കാരും ഇവിടെ വന്ന് ശിവരാത്രിക്ക് വന്ന് ദർശനം ചെയ്യാറുള്ള ഒരു ക്ഷേത്രമാണ്. ആലുവ ഇതുപോലെ ഉത്സവം പോലെ തന്നെ ഒരു ഉത്സവമാണ് ഇവിടെ. നിങ്ങൾ ഒരു സമയമെങ്കിലും എല്ലാവരും കൂടെ ഫാമിലിയായിട്ട് ഇവിടെ വരാൻ ശ്രമിക്കുക. കുറച്ച് തൂക്കുപാലമൊക്കെ ഉണ്ട്. അവിടുത്തെ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാം. ഈ റൂട്ട് വരുന്നത് കട്ടപ്പനയെന്ന് വരികയാണെങ്കിൽ കട്ടപ്പനയെന്ന് നേരെ അയ്യപ്പൻ കോവിലിൽ നിന്ന് വന്നേച്ച് ഒരു സ്ഥലം പറഞ്ഞു കഴിഞ്ഞാൽ ആരും പറഞ്ഞു തരും. കോട്ടയത്തു നിന്ന് വന്നാലും അത് തന്നെ അയ്യപ്പൻ കോവിൽ എന്ന് പറയും. അയ്യപ്പൻ കോവിൽ ബസ് ഇറങ്ങിച്ച് അവിടുന്ന് ഓട്ടോ വിളിച്ച് വരുവാണെങ്കിൽ അങ്ങനെ വരാം. അല്ലാതെ വണ്ടി കൊണ്ട് വരുന്നവർക്ക് കറക്റ്റ് ബോർഡ് വെച്ചിട്ടുണ്ട്. ഗുരുരാധന ക്ഷേത്രം എന്നും പറഞ്ഞുകൊണ്ട്. ഇതാണ് ദേവി പ്രതിഷ്ഠയുള്ള ക്ഷേത്രമാണ് കേട്ടോ. ഇതിനകത്തൊന്നും അകത്തോട്ട് കയറാൻ പെർമിഷൻ ഇല്ല. നമുക്കിപ്പം വൈകുന്നേരം വരികയാണെങ്കിലോ അല്ലെങ്കിൽ വെളുപ്പിനെ വരുവാണെങ്കിലോ ഈ ക്ഷേത്രത്തിലെല്ലാം കയറി തൊഴാം. നമ്മളിപ്പോൾ ഒരു പകൽ സമയം ഉച്ചസമയമാണ് ഇത് ആകാറായപ്പോഴാണ് വന്നത്. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനെ പുറത്തോടുള്ള കാഴ്ചകൾ നമുക്ക് കാണിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ക്ഷേത്രത്തിൻ്റെ അതിൻ്റെതായ ആചാരങ്ങളും കാര്യങ്ങളും ഉണ്ടല്ലോ. അതിന് നമ്മൾ ഒരിക്കലും ഇത് ചെയ്യാൻ പാടില്ല. ഇതാണ് അയ്യപ്പൻ കോവിലിൽ നിർമ്മിച്ചിരിക്കുന്ന തൂക്കുപാലം കേട്ടോ. ഇവിടുത്തെ കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിക്കാൻ കേട്ടോ. അവധിക്കാല സമയങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു സമയത്തൊക്കെ നിങ്ങൾ ഇവിടെ വന്ന് ഇവിടുത്തെ കാഴ്ചകളൊക്കെ എല്ലാവരും മാതിരിയായിട്ട് വന്ന് കാണുന്നത് കാണുക കേട്ടോ. ഇതിൻ്റെ നാട്ടിലൊക്കെ ഇഷ്ടംപോലെ വെള്ളം ഉള്ള സമയമാണ്. നമ്മൾ വരുന്ന സമയത്തൊന്നും വെള്ളമില്ല. അത് നമ്മുടെ തെറ്റുമല്ല കേട്ടോ. പഞ്ചായത്തിൻ്റെ ഇതിൽപ്പെട്ട സ്ഥലമാണ് കേട്ടോ. വെക്കേഷനൊക്കെ ഫാമിലിയായിട്ട് എല്ലാവരും വരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. നിങ്ങളുടെ കൂടുതൽ സപ്പോർട്ട് വേണം. നമ്മുടെ യൂട്യൂബ് ചാനലിലും കൂടെ കയറി ഒന്ന് എല്ലാവരും ഒന്ന് കാണുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയൊക്കെ ചെയ്യണം കേട്ടോ. നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് ഈ യാത്രകളിൽ മുന്നോട്ട് നമുക്ക് നീങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ കൂടുതൽ യാത്രകളിലേക്ക് കൂടുതൽ പോവുകയാണ്. അപ്പം നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങളുടെ സപ്പോർട്ടില്ലാതെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. പിന്നെ എന്തെങ്കിലും കമൻറ്റിൽ എന്തെങ്കിലും ഞങ്ങളുടെ വീഡിയോയെക്കുറിച്ച് അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതിനെക്കുറിച്ചും നിങ്ങൾ പറയണം. അത് കമൻറ്റ് ബോക്സിൽ വന്ന് അത് പറയണം. എന്താണേലും പറയാം, തെറിയാണേലും പറയാം, എന്താണേലും ഞങ്ങളോട് പറയാം. കാരണം ഞങ്ങളോട് തുറന്ന് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് പറയാനുള്ള അവകാശമുണ്ട്. കാരണം ഞങ്ങൾ നിങ്ങളിലൂടെയാണ് ഞങ്ങളെ കാണുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരിതുണ്ടെങ്കിൽ അത് നിങ്ങൾ പറയാൻ ശ്രമിക്കുക. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു.
അടുത്ത വീഡിയോ കാണുന്നിടം വരെ നിങ്ങളുടെ സ്വന്തം അബീഷ്. ബൈ.